ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ആരാണ് എവിക്റ്റ് ആവുന്നത്, എല്ലാ കാര്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസറൊക്കെ സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് ലാലേട്ടൻ വന്നു പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സായ് ആ പണപ്പെട്ടി 5 ലക്ഷത്തിന് ആ പണപ്പെട്ടി എടുത്തില്ലേ, അത് എന്തുകൊണ്ട് നേരത്തെ എടുത്തത്, അതെടുത്ത് ബുദ്ധിയായോ ബുദ്ധിയല്ലേ? അപ്പൊ അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതേസമയത്ത് ജാസ്മിൻ പറയുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് പുറത്തു പോയിട്ട് സായിനോടൊന്ന് ഇരുന്ന് സംസാരിക്കണമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. സിജോ പറയുന്നുണ്ട് ശുദ്ധ മണ്ടത്തരമായി പോയി എന്നാണ് സിജോ പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ ഈ പണപ്പെട്ടിനെ കുറിച്ച് കുറച്ചേരം സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടും അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. ആക്ടിവിറ്റി എന്താന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ ഒരു ആക്ടിവിറ്റി അവിടെ കളിക്കുന്നുണ്ട്. ആക്ടിവിറ്റി കഴിഞ്ഞ ഉടനെ പിന്നെ എവിക്ഷൻ പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. എവിക്ഷനിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഈ എവിക്ഷൻ ഏത് മോഡലിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേജിൽ വെച്ചാണ് നടക്കുന്നതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ലാലേട്ടന്റെ അവിടെ കുറെ ബോർഡ് ഉണ്ടാവും, അതിൽ നമ്മുടെ പിക്ക് ഉണ്ടാവും. അപ്പൊ പിക്കിന്റെ അവിടെ പെൻഡിങ്, എവിക്റ്റഡ്, സേവ്ഡ്, ഇങ്ങനെ 3 ഇതുണ്ടാവും. അപ്പൊ അതില് ആദ്യം നമ്മുടെ അർജുൻ ആണ് സേവ് ആവുന്നത് കേട്ടോ. അർജുന്റെ കർട്ടൻ ഇങ്ങനെ ലാലേട്ടൻ മാറ്റുമ്പോഴേക്കും അർജുൻ സേവ്ഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കർട്ടൻ മാറ്റുന്നത് നമ്മുടെ ജിൻഡോന്റെ ആണ്, അതിങ്ങനെ മാറ്റുമ്പോഴേക്കും സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതേസമയത്ത് മൂന്നാമത് ഋഷിയുടെ ആണ് മാറ്റുന്നത്. ഋഷിയുടെ മാറ്റിയ ഉടനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെൻഡിങ് എന്നാണ്. അതേ സമയത്ത് നമ്മുടെ സിജോടെ മാറ്റുന്നുണ്ട്, സിജോടെയും പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ ശ്രീതു, പിന്നെ നോറ, ലാസ്റ്റ് ഇവർ രണ്ടുപേര്, ബാക്കി എല്ലാവരും പെൻഡിങ്ങും ജാസ്മിനും പെൻഡിങ് ആണ് കേട്ടോ. അപ്പൊ ഇവര് രണ്ടുപേരും ലാസ്റ്റ് ഡബിളിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും, ഇവരിൽ ആരായിരിക്കും പുറത്തു പോവുക, ആരായിരിക്കും ഉള്ളിൽ നിൽക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ അർജുൻ പറയുന്നുണ്ട് എനിക്ക് ശ്രീത് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണം എന്നാണ് ആഗ്രഹം, നോറ പുറത്തു പോകണം എന്നാണ് ആഗ്രഹം എന്ന് തുറന്നു പറയുന്നുണ്ട്. ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ എല്ലാവരും പറഞ്ഞ മറുപടിക്കാർക്കും വ്യത്യസ്തമായിട്ടൊരു മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയാട്ടോ. അതിന് മുമ്പ് നമ്മുടെ സിജോ പറഞ്ഞതും സെയിം ഉത്തരം തന്നെയാണ്. എനിക്കും നോറ പോണം, ശ്രീതു നിൽക്കണം എന്നാണ്. അഭിഷേക് എന്ന് പറഞ്ഞത് നോറ പോണം, ശ്രീതു നിൽക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ജാസ്മിൻ മാത്രം വ്യത്യസ്തമായിട്ട് നോറ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണം, ശ്രീതു പുറത്തു പോകണം എന്നാണ് പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ട് അങ്ങനെ പോകണം എന്നാണ് പറയുന്നത്. അതേസമയം ജിൻഡോനോട് ചോദിച്ചപ്പോൾ ജിൻഡോ ആരെ വിഷമിപ്പിക്കാതെ 2 നിലയിൽ നിന്ന് 2 വഞ്ചിയിലും കാല് വെച്ച് സംസാരിച്ചത്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് എന്താണ് മോനെ ഇത്, ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിക്കുമ്പോൾ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് എനിക്കും നോറ ഇവിടെ നിൽക്കണം, ശ്രീതു പോകണം എന്നാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു അത്ര ആക്റ്റീവ് അല്ല. ജാസ്മിൻ പറഞ്ഞ അതേ ഇത് തന്നെ തിരിച്ചു പറയുന്നുണ്ട് നമ്മുടെ ജിൻഡോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കർട്ടൻ മാറ്റുന്നത്. കർട്ടൻ മാറ്റുമ്പോൾ നമ്മുടെ ശ്രീതുവിന് പെൻഡിങ് എന്നും നമ്മുടെ നോറ എവിക്റ്റഡ് എന്നുമാണ് കാണിക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കരച്ചിലൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നു. ലാലേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ നോറയുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗേൾസിന്റെ അല്ലെങ്കിൽ എന്താ പറയാ സ്ത്രീയുടെ എണ്ണം കുറവായത് കൊണ്ടല്ല നിന്നെ ഞങ്ങള് ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു വിട്ടത്, നീ ഒരു നല്ല മത്സരാർത്ഥി ആയതുകൊണ്ടാണ് നിന്നെ ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു വിട്ടതെന്ന് ലാലേട്ടൻ വ്യക്തമായിട്ട് ആ പോയിന്റ് അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഓഡീഷനിൽ നമ്മുടെ നോറ ജയിച്ചില്ല, അതിനെ കുറിച്ച് റിസൾട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇത്രയും ന്യൂസ് ഒക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനൊക്കെ എന്നെ കമന്റ് ചെയ്യട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് അടിക്കുക. ബൈ ബൈ, സീ യു.